റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇന്ത്യയിൽ ലഭിച്ച വൻ സ്വീകരണവും അദ്ദേഹത്തിൻ്റെ സന്ദർശനവും ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന അമേരിക്കയ്ക്കും അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന പാകിസ്ഥാനുമുള്ള ഒരു മറുപടി കൂടിയാണ്. സാധാരണമല്ലാത്ത രീതിയിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ പോയി നേരിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സ്വീകരിച്ചത്. സാധാരണ പ്രധാനമന്ത്രിമാർ നേരിട്ട് പോയി പ്രസിഡന്റുമാരെ സ്വീകരിക്കുന്നത് വളരെ അസാധാരണമായിട്ടുള്ള നടപടിയായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിന് ആ തരത്തിൽ ഒരു ചുവപ്പ പരവതാനി വിരിച്ച പോലെയുള്ള ഒരു സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് ഇന്നലെ രാത്രി വലിയ അത്താഴ വിരുന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗികമായ സ്വീകരണവും ഒപ്പം തന്നെ രാത്രി അത്താഴ വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിൽ വെച്ചാണ് ഒരുപക്ഷെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഔദ്യോഗികമായ ഉച്ചകോടി നടക്കുന്നത്. അതിലെ പല കാര്യങ്ങളും ലോക ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ്. സൈനിക തലത്തിലും വ്യാപാര രംഗത്തും പ്രത്യേകിച്ച് എണ്ണയുടെ കാര്യത്തിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും നടക്കുന്നു. അതുതന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നതും മറ്റു രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നതും. ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം കൈവരുന്നത് ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം 4 വർഷത്തിനുള്ളിൽ ഇതാദ്യമായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യൻ പ്രസിഡന്റ് പൊതുവെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാറില്ല. ചൈനയിലെത്തിയിട്ടുണ്ട്. അമേരിക്കയിലെ അലാസ്കയിൽ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഏതാണ്ട് റഷ്യയുടെ അടുത്തുള്ള അലാസ്കയിലേക്ക് പറന്നു. ഇങ്ങനെ ഒരു ഇറാനിലേക്ക് പോയി. ഇങ്ങനെ ഒരു 3-4 രാജ്യങ്ങൾ വിട്ട് റഷ്യൻ പ്രസിഡന്റ് കാര്യമായിട്ടുള്ള യാത്ര നടത്തിയിട്ടില്ല. അതിന് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്ന ഒരു വാദം അദ്ദേഹത്തിന് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് യുഎനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്താരാഷ്ട്ര കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. ചില രാജ്യങ്ങളുടെ മുകളിലൂടെ പോയാൽ വേണമെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം എന്നതാണ്. എന്തായാലും പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിനും അല്ലെങ്കിൽ റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാണ്. അത് കാലങ്ങളായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തും ഇന്ത്യക്ക് നേരെ 1971 അമേരിക്കയുടെ 7ാം കപ്പൽപ്പടയും അത് ബ്രിട്ടീഷ് നാവികസേനയോടൊപ്പം ഇന്ത്യൻ നഗരങ്ങളെ ലക്ഷ്യം വെച്ച് വന്നപ്പോൾ ഇന്ത്യയോടൊപ്പം നിന്ന് സോവിയറ്റ് യൂണിയനാണ് അത് കടലിൽ തടഞ്ഞു വെച്ചതും അവരെ തിരിച്ചുവിട്ടതും. അന്ന് ആ കാലഘട്ടത്തിൽ മാത്രമല്ല പല സമയത്തും സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായിട്ടാണ് അറിയപ്പെടുന്നത്. അത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയ ഒരു ബന്ധമാണ്. അത് പിന്നീട് ശക്തമായിട്ട് മുന്നോട്ട് പോയി. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അത് ഏറ്റവും ശക്തമായ നിലയിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തും ആ ബന്ധം തുടരുന്നു. അമേരിക്കയുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം സ്ഥാപിച്ചെങ്കിലും റഷ്യയുമായിട്ടും നേരത്തെയുള്ള സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള മാറ്റം വരുത്താൻ തയ്യാറായില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന കൂടിയാണ് ഈ വലിയ രീതിയിലുള്ള സ്വീകരണം റഷ്യൻ പ്രസിഡന്റിന് ലഭിച്ചതും റഷ്യൻ പ്രസിഡന്റ് യുദ്ധകാലത്ത് ഇന്ത്യയിലെത്തുന്നതും. അപ്പോൾ ഇതിനിടയിൽ പ്രധാനപ്പെട്ട പല സംഭവവാസങ്ങൾ നടക്കുന്നുണ്ട്. അതിലെ ഒന്ന്, അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ, മുൻ സൈനിക മേധാവി ഇപ്പോൾ ഫീൽഡ് മാർഷലും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ആയിട്ടുള്ള അസീം മുനീറിനെ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി വിരുന്ന് നൽകി. പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും അവരുടെ സൈന്യാധിപനായിരുന്ന അസീം മുനീറിനെയും അവിടെ ക്ഷണിച്ച് വലിയ സൽക്കാരം നൽകി. പിന്നീട് സൗദിക്ക് F-35 യുദ്ധവിമാനങ്ങൾ നൽകാൻ തീരുമാനിച്ചു. പാകിസ്ഥാനും സൗദിയും തമ്മിൽ സൈനിക കരാറുണ്ടായി. പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് സൗദിയെ കൂടി ആക്രമിക്കുന്നതായി കണ്ട് ആ തരത്തിൽ നീക്കം നടപടി ഉണ്ടാവുമെന്ന് സൗദിയുടെ പ്രഖ്യാപനമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാകിസ്ഥാൻ്റെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസായി സ്ഥാനമേറ്റെടുത്ത ശേഷം ആദ്യമായിട്ട് ബഹ്റിനിലും സൗദി അറേബ്യയിലും അസീം മുനീർ പാകിസ്ഥാൻ്റെ സൈന്യാധിപൻ സന്ദർശനം നടത്തി. അവർ തമ്മിൽ ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഈ തരത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി പാകിസ്ഥാൻ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും മിഡിൽ ഈസ്റ്റിൽ പല ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നതും വലിയ സ്വീകരണവും വ്യാപാര കരാറുകളും സൈനിക കരാറുകളും ഉണ്ടാവുന്നത്. റഷ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Su-57 എന്ന 57 വിമാനം
ഒരുപക്ഷെ ഈ കരാറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുമെന്നാണ് അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും. അതുപോലെ തന്നെ S-400 മിസൈൽ വേദക സംവിധാനങ്ങൾ അത് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് റഷ്യയുടെ കൈവശത്ത് നിന്ന്. പക്ഷേ കൂടുതലായിട്ട് S-400 എന്ന മിസൈൽ സംവിധാനം, മിസൈൽ വേദക സംവിധാനം, മിസൈലുകൾ വരുമ്പോൾ അതിനെ തകർക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരേ ദിശയിലേക്ക് 80 ദിശകളിലേക്ക് അസ്ത്രം പ്രയോഗിക്കുന്ന പോലെ മിസൈലുകൾ തൊടുത്ത് ആൻറ്റി മിസൈലുകളെ തടയാനുള്ള സംവിധാനമുള്ള റഷ്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ അടുത്ത S-500 വരുന്നുണ്ട്. അതിൻ്റെ കരാറ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്ന് മാത്രമല്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഈ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. നേരത്തെ റഷ്യയുമായിട്ട് നമുക്ക് $13 ബില്യൺ ബിസിനസ്സാണ് 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ $68 ബില്യൺ ആയിട്ട് മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ 5 ഇരട്ടി ആണ് നമ്മൾ ബിസിനസ്സിൽ ഉന്നതി ഉണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ വളരെ ചുരുക്കം ഏതാണ്ട് 2-3% റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ വാങ്ങുന്ന 25 മുതൽ 30% വരെ എണ്ണ റഷ്യയിൽ നിന്നാണ്. അത് വലിയ രീതിയിൽ എതിർപ്പ് വന്നപ്പോൾ നമ്മളന്ന് അല്പം കുറച്ചിരുന്നെങ്കിലും വീണ്ടും റഷ്യയിൽ നിന്നുള്ള എണ്ണ നമ്മൾ കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപക്ഷെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില ഉയർന്നിരിക്കുമ്പോഴും ഇന്ത്യക്ക് കിട്ടിയ ഒരു ഗുണം റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ പെട്രോളും ഡീസലും ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെതിരെയാണ് പാശ്ചാത്യ ലോകം, യൂറോപ്പും അമേരിക്കയും ഇന്ത്യക്കെതിരെ രംഗത്ത് വന്നത്. അന്ന് യൂറോപ്പിനോട് ഇന്ത്യ പറഞ്ഞ മറുപടി, നിങ്ങൾ യുദ്ധം നടക്കുമ്പോഴും നിങ്ങൾ ഈ എണ്ണയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വാങ്ങുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ യൂറോപ്പ് വാങ്ങുന്നു, എന്നിട്ട് ഞങ്ങൾ വാങ്ങരുത് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളതെന്നാണ് ഇന്ത്യ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഈ നിലപാട് പാശ്ചാത്യ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്പിനെയൊക്കെ വലിയ രീതിയിൽ അമ്പരപ്പിച്ചിട്ടുണ്ട്. അവർ വിചാരിച്ചത് റഷ്യയെ മാറ്റി നിർത്തി ഈ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യ വഴങ്ങുമെന്നായിരുന്നു. പക്ഷേ ഇന്ത്യ എടുക്കുന്ന ഇപ്പോഴത്തെ നിലപാട് ഈ 2 ചേരികൾക്കും പെടാതെ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള സ്വന്തമായ നിലപാടുകളുള്ള ഒരു സൂപ്പർ പവർ എന്ന നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൽ റഷ്യയും സ്വീകരിക്കും, അമേരിക്കയെ നമ്മൾ തള്ളിപ്പറയുന്നില്ല. പക്ഷേ അമേരിക്കയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള, ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യൻ വിപണി ലോകത്ത് എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. ചൈന കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും വലിയ വിപണി ഏഷ്യയിലും ലോകമെമ്പാടുമുള്ള അത് ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയെ അങ്ങനെ തഴഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, പഴയ പോലെയുള്ള വിരട്ടൽ നടക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് വ്ളാഡിമിർ പുടിന് ഇത്രയും വലിയ ഒരു സ്വീകരണം യുദ്ധത്തിനിടയിൽ, ഉക്രൈൻ യുദ്ധത്തിനിടയിൽ. ഒരുപക്ഷെ റഷ്യക്കെതിരെ വലിയ ആരോപണം നടക്കുന്നുണ്ട്. കാരണം ഉക്രൈനിലേക്ക് കയറി ആക്രമിക്കുകയായിരുന്നു റഷ്യ. അതിന് ഒരു ഇന്ത്യ വാർത്താ ചാനലായിട്ടുള്ള ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ, ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ നീണ്ട അഭിമുഖത്തിൽ പുടിൻ പറഞ്ഞത്, ഉക്രൈൻ യുദ്ധത്തിൽ ഡോൺബാസ് മേഖല, ഇത് ലുഹാൻസ്കും അതുപോലെ തന്നെ ഡോണറ്റ്സ്കും അടങ്ങിയിട്ടുള്ള കിഴക്കൻ ഉക്രൈൻ ഭാഗം മുഴുവൻ പിടിച്ചടക്കാതെ ഞങ്ങൾ പിൻവാങ്ങുന്ന പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കത് വിട്ടുതരണം എന്ന് ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ വാർത്താ ചാനലിലൂടെ. അപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. അതിനിടയിലാണ് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായ സമ്മേളനമാണ്. പ്രത്യേകിച്ച് റഷ്യയോട് അടുത്ത് കിടക്കുന്ന പോളണ്ട്, ലിത്വാനിയ, ലാറ്റ്വിയ, റൊമാനിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് അടുത്തേക്ക്, അവരുടെ അതിർത്തികളിലേക്ക് റഷ്യയുടെ ആണവായുധങ്ങൾ നീക്കുന്നു എന്ന റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് അടിയന്തരമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മേളനം ചേർന്നിരിക്കുന്നത്. അത് ബ്രസൽസാണ്. യൂറോപ്യൻ യൂണിയൻ്റെയും നാറ്റോയുടെയൊക്കെ യോഗം കൂടുന്ന തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. ബ്രസൽസിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ റഷ്യ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ അംബാസഡർമാർ ഇന്ത്യയോട് അനൗപചാരികമായും ഔപചാരികമായും നിർദ്ദേശം വെച്ചത്, നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പറയണം, യൂറോപ്പിന് നേരെയുള്ള ഭീഷണി അവസാനിപ്പിക്കാനായിട്ട് പറയണമെന്ന് ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയാം, ഇപ്പോൾ റഷ്യയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള 2-3 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ചൈനയും ഇന്ത്യയും ഇറാനും ഒക്കെയാണ്, വടക്കൻ കൊറിയ, ഇതൊക്കെയാണ് അടുപ്പമുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ പറഞ്ഞാൽ ഒരു പരിധി വരെ
റഷ്യൻ പ്രസിഡന്റ് കേൾക്കുമെന്ന ചിന്തയാണ് യൂറോപ്പിനുള്ളത്. അതിനെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ല, പക്ഷേ ഇന്ത്യ അത്യാവശ്യം അത് കേൾക്കാനും അതിന് മറുപടി പറയാനും തയ്യാറാവുന്നുണ്ട്. അത് ഞങ്ങൾ വലിയ രീതിയിൽ അതിനെ മതിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ. എന്തായാലും ഇന്ത്യയോട് വലിയ ഭീഷണി ഇവിടെ നിന്നൊക്കെ വന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് നേരിടേണ്ടി വരും, ഒറ്റപ്പെടേണ്ടി വരും എന്നുള്ള. ഇന്ത്യ അതിന് വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, എണ്ണ വാങ്ങുന്നത് കൂട്ടുകയും ചെയ്യുകയാണ്. പക്ഷെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഷ്യയിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി തീരുവ അവർ 50% വർദ്ധിപ്പിക്കുകയും ഇന്ത്യയിൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ രൂപയുടെ വില 90ലേക്ക് താഴ്ന്നു, ഡോളറുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ആ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റഷ്യയുമായിട്ടുള്ള ബന്ധം അതിശക്തമായി നിലനിർത്തും എന്നുള്ള പ്രഖ്യാപനമാണ് ഇതിലൂടെ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു പുതിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ബ്രിക്സിൻ്റെ നാറ്റോ. ബ്രിക്സ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട മറ്റ് പല രാജ്യങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയുമാണ്. അതാത് ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും വലിയ രാജ്യങ്ങളാണ് അത്. ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്കയാണ് ഏറ്റവും വലിയ രാജ്യം. ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീലാണ് ഏറ്റവും വലിയ രാജ്യം. ഏഷ്യയിൽ 2 വലിയ വൻശക്തികൾ എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയുമാണ്. അതുകൂടാതെ റഷ്യ. അപ്പോൾ അമേരിക്കയും യൂറോപ്പും ഇല്ലാത്ത ഒരു പുതിയ ലോകക്രമത്തെക്കുറിച്ച് കൂടി ചർച്ചയാവുന്നു. കാരണം ചൈനയിലേക്ക് 3 മാസം മുൻപ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തിയിരുന്നു. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഉണ്ടായിരുന്നു. അതിലെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിങ് പിങ്ങും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരുമിച്ചുള്ള ചിത്രം തന്നെ ലോകത്തിന് കൊടുത്ത മെസ്സേജ് വളരെ വലുതാണ്. കാരണം ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ പ്രശ്നങ്ങൾ ലഘൂകരിക്കുകയും അതിൽ മധ്യസ്ഥനായിട്ട് നിന്നത് റഷ്യയാണ്. അപ്പോൾ ഇന്ത്യ, ചൈന, റഷ്യ ഒപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയും അടക്കം ചേർന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഉണ്ടാവുന്നത്, ബ്രസീലും അടക്കം. അപ്പോൾ അത് അവർ സ്വന്തമായിട്ടുള്ള ഒരു രൂപ അല്ലെങ്കിൽ അതിൻ്റെ നാണയം കൊണ്ടുവരുന്നു, രൂപയായിട്ടല്ല നാണയം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ട്രംപിനെ ചൊടിപ്പിച്ചത്. അങ്ങനെ ഉണ്ടായാൽ വലിയ രീതിയിലുള്ള ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കും, വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. കാരണം ഡോളറിൻ്റെ വിലയിടിയും എന്നുള്ളതാണ്. ഇപ്പം തന്നെ നമ്മൾ എണ്ണയുടെ കച്ചവടം നടത്തുന്നത് രൂപയും തമ്മിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഗൾഫ് ഇതിൻ്റെ നാണയവും ഇന്ത്യൻ രൂപയും വെച്ചുകൊണ്ടാണ്. ഇത് ഡോളറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നതാണ്. 32 കോടി ജനങ്ങളാണ് അമേരിക്കയിലുള്ളത്. ഇന്ത്യയിൽ 140 കോടിയിലേറെ, ചൈനയിൽ 140 കോടിയിൽ തൊട്ട് താഴെ. അപ്പോൾ ഏതായാലും ഈ തരത്തിൽ ജനസംഖ്യയുടെ കാര്യത്തിലും വിപണിയുടെ കാര്യത്തിലും ഈ വലിയ രീതിയിലൊരു ബദൽ സംവിധാനമുണ്ടായാൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും പ്രശ്നമാവും. എന്ന് മാത്രമല്ല, ഇന്ത്യ അവരുമായിട്ടുള്ള ബന്ധം കളയുന്നില്ല. ഇത് ആരോടുമുള്ള ഒരു ചോദ്യമല്ല, ആരോടുമുള്ള ഒരു പ്രകോപനമല്ല എന്ന് ഇന്ത്യയും റഷ്യയും പറയുന്നുണ്ടെങ്കിലും ഇതൊരു വ്യക്തമായിട്ടുള്ള മറുപടിയാണ്. അത് ഏറ്റവും ആദ്യമായിട്ട് കൊടുക്കുന്നത് പാകിസ്ഥാന് തന്നെയാണ്. പാകിസ്ഥാനും ഇന്ത്യയുമായി 4 ദിവസത്തെ ഏറ്റുമുട്ടലുണ്ടായപ്പോൾ അവിടെ ഇന്ത്യ പാകിസ്ഥാൻ്റെയും ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ തകർത്തത് റഷ്യ നൽകിയ S-400 മിസൈൽ വേധക സംവിധാനങ്ങളും ഫ്രഞ്ച് നിർമ്മിത റഫേൽ വിമാനങ്ങൾ, അതുപോലെ തന്നെ മിറാഷ് അതും ഫ്രഞ്ച് നിർമ്മിതമാണ്, അതുപോലെ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ്, സുഖോയിയും ലേറ്റസ്റ്റ് മിഗൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തതും തിരിച്ചടി നൽകിയതും. ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ റഷ്യൻ പ്രസിഡന്റിൻ്റെ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇനി ഇന്ത്യയെ വിരട്ടി നിർത്താനാവില്ല. ഇവിടെ വേറെ തരത്തിലുള്ള ലോകക്രമം കൂടി രൂപപ്പെട്ടു വരുന്നു. റഷ്യ യുക്രൈനിൽ നടത്തുന്ന എല്ലാത്തിനെയും ഇന്ത്യ സ്വാഗതം ചെയ്യുന്നില്ല, അത് പറഞ്ഞിട്ടുമുണ്ട്. ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ കയറി ആക്രമിക്കുന്നതിനെ ഇന്ത്യ അനുകൂലിക്കുന്നില്ല എന്ന് ഇന്ത്യ പറയുമ്പോൾ തന്നെ റഷ്യയെ ഈ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ചെയ്യും പോലെ അകറ്റി നിർത്താൻ ഇന്ത്യ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്രമായ ഒരു നിലപാട്. പണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യ എടുത്തിരുന്ന ചേരിചേരാ നയം, അന്ന് യൂഗോസ്ലാവിയയുടെ മാർഷൽ ടിറ്റോയും അതുപോലെ തന്നെ ഈജിപ്തിലെ അബ്ദുൽ നാസറും അടങ്ങുന്ന ഒരു വലിയ സംഘം ചേരിചേരാ രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് ഇന്ത്യ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയെയും ഒരുപക്ഷെ പാശ്ചാത്യ ചേരിയെയും കൈവിടാതെ
എന്നാൽ അവരുടെ ഭീഷണികൾക്ക് മുമ്പിൽ വഴങ്ങാത്ത ഒരു പുതിയ ലോകക്രമത്തിൻ്റെ ഭാഗമാവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തുള്ള ഇതിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തീരുമാനം. നേരത്തെ ഇന്ത്യ അല്പം വഴങ്ങുന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയിരുന്നു, കാരണം അമേരിക്കയോട് നേരിട്ട് ഫൈറ്റിനൊന്നും പോയില്ല. പക്ഷേ അമേരിക്ക ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി ബന്ധമുണ്ടാക്കുകയും സൗദി അറേബ്യയ്ക്കും അതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ F-35 യുദ്ധവിമാനങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യ ഒരേ സമയം ഈ ഗസയിലെ യുദ്ധത്തിൻ്റെ കാര്യത്തിലും പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇസ്രായേലുമായിട്ട് ആയുധ ബന്ധങ്ങളും ഇസ്രായേലുമായിട്ട് സഹകരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ചേരിചേരാ നയമാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയായിരിക്കും ഭാവിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ ലോകക്രമത്തെ ബാധിക്കുക എന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഈ ചർച്ചകൾ നിർണായകമാണ്. അത് ഇന്ത്യയുടെ മാത്രമല്ല ലോകക്രമത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ് എന്ന് പറയാതെ വയ്യ.